കടവുളെ തലസ്ഥാനത്തെ ഡെപ്യൂട്ടി മേയർ ഇതെന്തമാണ് ആക്ടിങ്. ഇന്നത്തെ നഗരസഭയിലെ പ്രകടനം കണ്ട ഡെപ്യൂട്ടിക്ക് പറ്റിയത് സിനിമാ ഫീൽഡാണ്. ചിലപ്പോൾ നമ്മുടെ പല വനിതാ അഭിനേത്രികളുടെയും ഇരിപ്പിടങ്ങൾ തെറിച്ചു പോവും. എന്താണെന്നല്ലേ, നിങ്ങളെ 2-3 ദൃശ്യം കാണിക്കാം. ഇന്നിപ്പോ ഡെപ്യൂട്ടിയെ തലസ്ഥാനത്തെ നഗരസഭയ്ക്കകത്ത് നടന്ന ഉന്തും തള്ളലിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ്. ദേ നോക്കിയേ. താങ്ങി പിടിച്ചോണ്ട് വരുന്ന വരക്കം കണ്ടാൽ അയ്യോ ഡെപ്യൂട്ടിക്ക് എന്തോ പറ്റിയെന്ന് നമുക്ക് തോന്നും. ഇനി നമുക്കിതിന്റെ റിയാലിറ്റിയിലേക്ക് പോകാം. കാര്യം ഏതൊരു വ്യക്തിയും സത്യസന്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ ഇന്ന് പല പല വഴികളുണ്ടല്ലോ. ആ വഴിയിൽ ഇന്നിപ്പോൾ നടന്ന ഉന്തും തള്ളും. നഗരസഭയുടെ BJP കൗൺസിലറായിട്ടുള്ള സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തി. പോരാത്തതിനും ഹൈക്കോടതി 20 BJP MPമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി. രാഖി രാമാനൻ ചട്ടവിരുദ്ധമായിട്ട് സത്യപ്രതിജ്ഞ നടത്തിയതിനു പിന്നാലെ ഇന്നിപ്പോ സുഗതന്റെ കാപ്പ ആഭ്യന്തര വകുപ്പ് ശരിവയ്ക്കുകയും കൂടി ചെയ്തപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം. മേയറുടെ ഓഫീസിന് മുന്നിൽ കസേരയിട്ട് പ്രതിപക്ഷത്തിന്റെ കൗൺസിലർമാർ അവിടെ പ്രതിഷേധം നടത്തി. അതിൻ്റെ ഇടയിലേക്കാണ് ക്യാമറകളുമായിട്ട് മേയറും സംഘവും ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുവന്ന് ഇടിച്ചു കയറിയത്. ഇടിച്ച് കയറുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടിയെ അതിൻ്റെ ഇടയിൽ കാണാം. ഡെപ്യൂട്ടിയൊക്കെ അതിൻ്റെ ഇടയിൽ കിടന്ന് അക്രമം അഴിച്ചു വിടുന്ന സമയത്ത് താഴെയിട്ടൊരു സ്ത്രീയെ ചവിട്ടുന്നുണ്ട്, ഇടതുപക്ഷത്തിന്റെ വനിതാ മെമ്പറെ. അപ്പോൾ അവരുടെ നിലവിളി ഉയരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. കേട്ടല്ലോ. അപ്പോൾ റിയലി അവിടെ ഒരാളെ ചവിട്ടുന്നുണ്ട്, പരിക്കേൽക്കുന്നുണ്ട്. ആ പരിക്കേൽക്കുന്നവരുടെ നിലവിളിയാണ് നിങ്ങൾ കേട്ടത്. ഇതിനുശേഷം ഇവരെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാലിനൊക്കെ കാര്യമായിട്ട് പരിക്കേറ്റു, താഴെയിട്ട് ചവിട്ടി.
അതിനുശേഷം നിങ്ങൾ നോക്കിയേ, കസേരയൊക്കെ പിടിച്ചു മാറ്റി മേയർ അകത്തേക്ക് കയറി പോവുകയാണ്, പോലീസ് കൂടി സഹായിക്കുന്നുണ്ട്. അതിനുശേഷം ഡെപ്പുട്ടി എന്ത് ചെയ്യുന്നു നോക്കിയേ, അകത്തേക്ക് കയറാൻ വാതിൽ കൊട്ടുന്നു, അവിടെ കിടന്ന് വിരവുന്നു. ആ വിരവിയതിന് ശേഷം നേരെ ഡോർ തുറന്ന് അകത്ത് കയറി പോകുന്നു. എന്തെങ്കിലും പറ്റിയോ? അകത്ത് ചെന്ന് നമ്മുടെ റീൽസ് താരം മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് കുറച്ച് പുട്ടിയൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം പിന്നീട് വന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത്. കണ്ടല്ലോ, അകത്തേക്ക് കയറി പോകുന്നവരെ ഡെപ്പുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പുട്ടിയിട്ട് അതിനിടയിൽ കിടന്നൊരു വനിതയെ താഴെ തള്ളിയിട്ടു. കാര്യം 15 പേർ മാത്രമാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധ സമരത്തിൽ ഇന്ന് പങ്കെടുത്തവർ. 30ഓളം കൗൺസിലർമാരുണ്ടെങ്കിലും 15 പേർ മാത്രമാണ് പങ്കെടുത്തത്. അപ്പോൾ 15 പേർക്ക് മേൽ 50ഓളം പേർ വന്ന് ഇടിച്ചു കയറുകയാണ്. ഇടിച്ചു കയറിയതിന് ശേഷം അതിൽ വനിതകളെ താഴെ തള്ളിയിട്ട് ചവിട്ടിയതിന് ശേഷം അത് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ പുറത്തിറങ്ങി ഈ അഭിനയം നടത്തുന്നുണ്ടെങ്കിൽ കടവുളെ, ചില്ലറ ആക്ടറല്ല, ഏത് കഥാപാത്രം കൊടുത്താലും കെട്ടിയാടുമെന്ന് തെളിയിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും റീൽസ് പണിയായിട്ട് നടന്ന വ്യക്തിയോട് പൊടുന്നനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വയ്യാത്ത പോലെ അഭിനയിക്കാൻ പറഞ്ഞാൽ എത്ര സിമ്പിളായിട്ടാണ് അഭിനയിച്ച് കാണിക്കുന്നത്. മലയാള സിനിമയിൽ ശോഭനമായ ഒരു ഭാവി കാണുന്നുണ്ട്. എന്നാലും ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ നാട്ടുകാർ മുഴുവൻ കണ്ടൊരാൾ പിന്നീട് ഇങ്ങനെ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ഡെപ്പുട്ടി റീൽസ് താരം മാത്രമല്ല, ഉഡായിപ്പ് കണ്ടുപിടിച്ചതിൻ്റെ അപ്പോസ്തല കൂടിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ്.